السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام، وأفضل الصلاة وأتم السلام على سيدنا محمد بدر التمام وعلى آله وأصحابه الكرام. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗലിദ് കഴിക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് പൂർവികരായ പണ്ഡിതന്മാർ അത് നല്ല കാര്യമാണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുബ്ബ് പ്രകടിപ്പിക്കുന്ന സംഗതിയാണ്, അതിൻ്റെ ആളുകൾക്കെല്ലാം മഹത്തായ പ്രതിഫലം കിട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നാം പരിശോധിക്കുന്നത് ആ സദസ്സിൽ പങ്കെടുത്താൽ, അതിന് വേദിയൊരുക്കിയാലുണ്ടാകുന്ന മഹത്വങ്ങളെപ്പറ്റി പൂർവസൂരികളായ പണ്ഡിതന്മാരും സൂഫി വര്യന്മാരൊക്കെ എന്താണ് പറഞ്ഞത് എന്ന് നമുക്കിന്ന് പരിശോധിക്കാം. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ലാ മഹാനവറുകൾ പറയുന്നു. ജുനൈദുൽ ബഗ്ദാദി എന്ന് പറഞ്ഞാൽ റഈസു ത്വായിഫ എന്ന് പറയും, സൂഫി വര്യന്മാരുടെ റഈസാണ്. മഹാനവറുകൾ പറയുന്നത്, മൻ ഹദറ മൗലിദ റസൂൽ, റസൂലിൻ്റെ മൗലിദിൽ ഒരാൾ ഹാജറായാൽ, വഅല്ലമ ഖദ്റഹു, അതിൻ്റെ വലുപ്പത്തെ ബഹുമാനിച്ചാൽ, ഫഖദ് ഫാസ ബിൽ ഈമാൻ, തീർച്ചയായും അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചു, അവൻ മുഅ്മിനായിരിക്കും, ഈമാൻ കൊണ്ട് വിജയിച്ചവനായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദിൽ ഹാജരാകുക, അതിന് വളരെ ആദരവ് കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിപാദിക്കപ്പെടുന്ന സദസ്സിലെല്ലാം ബഹുമാനം ആദരവും നമ്മൾ കൽപ്പിക്കണം. വളരെ അമിതമായ സൗണ്ടും മറ്റൊന്നും ഇല്ലാതൊരു മിതമായ ശബ്ദത്തിൽ ഒക്കെ മൗലിദ് പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അദബ് പാലിച്ചുകൊണ്ടാവണം എന്നർത്ഥം. മഅറൂഫുൽ കർഖി മഹാനവറുകൾ പറയുന്നു, മൻ ഹയ്യ ലിഅജ്ലി ഖിറാഅത്തി മൗലിദിർ റസൂലി തആമൻ, വല്ലവനും മൗലിദ് ഓതാൻ വേണ്ടി തആമൊരുക്കി, ഭക്ഷണമൊരുക്കി, വജമഅ ഇഖ്വാനൻ, സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച് കൂട്ടി, വൗഖദ സിറാജൻ, വിളക്ക് കത്തിച്ചു, വലബിസ ജദീദൻ, പുതിയത് ധരിച്ചു, പുതിയ ഡ്രസ്സ് ധരിച്ചു, വതഅത്തറ വതജമ്മല, അത്തർ പൂശി ഭംഗിയായി, എന്തിനു വേണ്ടി? തഅലീമല്ലി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദിനെ ബഹുമാനിച്ചതിന് വേണ്ടി. എന്നാൽ ഹശറഹുല്ലാഹു തആല യൗമൽ ഖിയാമ, അല്ലാഹു തആല അവനെ ഖിയാമത്തിനാളിൽ ഒരുമിച്ച് കൂട്ടും, മഅൽ ഫിറഖിൽ ഊല, ആദ്യത്തെ പാർട്ടികളോടുകൂടെ, മിനൻ നബിയീൻ, അംബിയാക്കളാൽ, വകാന ഫീ അലാ ഇല്ലിയീൻ, അവന് ഏറ്റവും ഉന്നത പദവിയിലായിരിക്കും സ്വർഗത്തിൽ. പിന്നീട് പറയുന്നു, വമൻ ഖറഅ മൗലിദ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദോതി, അലാ ദറാഹിമ മസ്കൂകത്തിൻ ഫിദ്ദതൻ കാന ഔ ദഹബാ, കുറേ ദിർഹമുകളെ മേൽ റസൂലുള്ളാഹിന്റെ മൗലിദോതി. ഈ മൗലിദിൻ്റെ സദസ്സിൽ കുറച്ച് ദിർഹം വെച്ചിട്ട് അതിൻ്റെ മേലെ മൗലൂദോതി, എന്നിട്ട് വഖലത തിൽക ദറാഹിമ മഅ ദറാഹിമ ഉഖറ, ആ പൈസ എടുത്തിട്ട് വേറെ പൈസയോടുകൂടി കലർത്തി. എന്നാൽ വഖഅത്ത് ഫീഹൽ ബറക,
അതിൽ ബറക്കത്തുണ്ടാകും, ആ സമ്പത്തിൽ, ആ പൈസയിൽ. വലാ യഫ്തഖിറു സാഹിബുഹ, ആ പൈസൻ്റെ ഉടമക്കാരൻ അവൻ ഒരിക്കലും ദരിദ്രനാവുകയില്ല. വലാ തഫ്റുഖു യദുഹു, അവൻ്റെ കൈ കാലിയാവൂല. ബിബറക്കത്തി മൗലിദ് റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദിൻ്റെ ബറക്കത്ത് കൊണ്ട്. ഇനി ബഹുമാനപ്പെട്ട ഇമാം യാഫിഇ അൽ യമനി മഹാനവറുകൾ പറയുന്നത്, മൻ ജമഅലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലവനും റസൂലുള്ളാഹിന്റെ മൗലിദിന് വേണ്ടി ഒരുമിച്ച് കൂട്ടി, ഇഖ്വാനൻ സുഹൃത്തുക്കളെ, വഹയ്യഅ ത്വആമൻ ഭക്ഷണം തയ്യാർ ചെയ്തു, വഅഖ്ലാ മക്കാനൻ അതിനു വേണ്ടി ഒരു സ്ഥലം സൗകര്യപ്പെടുത്തി, വഅമില ഇഹ്സാനൻ സൽക്കർമ്മങ്ങൾ ചെയ്തു, വസാറ സബബൻ ലിഖിറാഅത്തി മൗലിദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ കാരണമായി റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതാൻ. എന്നാൽ ബഅസഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവനെ നിയോഗിക്കും, മഅസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവരെ കൂടെയാണ് ഇവരെ രണ്ടാമത് ഖിയാമത്ത് നാളിൽ യാത്രയാക്കുക. സിദ്ദീഖീങ്ങളോടുകൂടെ, ശുഹദാക്കളോടുകൂടെ, സാലിഹീങ്ങളോടുകൂടെ. വയകൂനു ഫീ ജന്നാത്തിൻ നഈം, അവൻ അനുഗ്രഹീത സ്വർഗത്തിലായിരിക്കുകയും ചെയ്യും. സരീഉ സഖ്തി എന്ന് പറയുന്ന മഹാൻ പറയുന്നു, മൻ ഖസദ മൗദിഅൻ യുഖ്റഉ ഫീഹി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്ന ഒരു സദസ്സിനെ ഒരാൾ ഉദ്ദേശിച്ചു പോയാൽ, ഫഖദ് ഖസദ റൗദത്തൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തോപ്പുകളിൽ നിന്നുള്ള ഒരു തോപ്പിനെയാണ് അവൻ ഉദ്ദേശിച്ചു പോകുന്നത്. ലിഅന്നഹു മാ ഖസദ ദാലികൽ മൗദിഅ, ആ സ്ഥലത്തെ ഉദ്ദേശിച്ച് പോകുന്നത് ഇല്ലാ ലിമഹബ്ബത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ മഹബ്ബത്ത് കൊണ്ട് മാത്രമാണ്. റസൂലുള്ളാഹിയുള്ള മഹബ്ബത്ത് ഉദ്ദേശിച്ചിട്ടാണ് അവൻ ആ സ്ഥലത്തേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ആ പോകുന്നതിൻ്റെ ലക്ഷ്യം റസൂലുള്ളാഹിയുള്ള മഹബ്ബത്താണ്. എന്നാൽ അവന് സ്വർഗത്തോപ്പുകളിൽ നിന്നുള്ളൊരു തോപ്പാണ് അവൻ ഉദ്ദേശിച്ചത് എന്ന് മഹാനവറുകൾ പറയുന്നു. അപ്പം നമ്മൾ മൗലിദിൻ്റെ സദസ്സിൽ പ്രഭാത മൗലിദായാലും വേണ്ടില്ല, അല്ലാത്ത മൗലിദായാലും വേണ്ടില്ല, എവിടെ മരുന്ന് നടക്കുന്നോ അവിടെ ഒക്കെ പങ്കെടുക്കുമ്പോൾ നമ്മളെ ലക്ഷ്യം എന്താവണം? അവിടെ കിട്ടുന്ന, അവിടുന്ന് കിട്ടുന്ന ഫുഡ് കഴിക്കാൻ മാത്രമാവരുത്. റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കുക, ആ സ്നേഹപ്രകടനമാണ് എന്ന നിലക്ക് ആ ഉദ്ദേശത്തിൽ ആയിരിക്കണം ആ പോക്ക്. അപ്പം അതുകൊണ്ട് വളരെ പുണ്യം നമുക്ക് ലഭിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബനീ കാന മഈ ഫിൽ ജന്ന, എന്നെ ഒരാൾ മഹബത്ത് വെച്ചാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന്. എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിനോടുള്ള മഹബത്തിൻ്റെ പേരിലാണ് എന്ന ഉദ്ദേശത്തിലായിരിക്കണം എന്ന് ചുരുക്കം. ഈ ബഹുമാനപ്പെട്ട ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി മഹാനവറുകൾ അവിടുത്തെ കിതാബുൽ അൽ വസായിലു ഫി ശർഹി ഷമാഇൽ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം, മാമിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ, ഒരു വീടോ അല്ലെങ്കിൽ പള്ളിയോ അല്ലെങ്കിൽ മറ്റു സ്ഥലമോ എവിടെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഇല്ലാ ഹഫത്തിൽ മലായികത്തു ബി അഹ്ലി ദാലിക്കൽ മക്കാൻ, ആ സ്ഥലത്തിൻ്റെ ആളുകളെ മലക്കുകൾ വലയം ചെയ്യാതിരിക്കില്ല. മലക്കുകൾ ഒന്നായിട്ട് അവിടെ വലയം ചെയ്യും. വഅമ്മഹുമുല്ലാഹു ബിർറഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ റഹ്മത്ത് കൊണ്ട് വ്യാപിപ്പിക്കുകയും ചെയ്യും. എല്ലാവർക്കും അല്ലാഹു അവൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കും. ഇങ്ങനെയെല്ലാം മഹത്വങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് മദ്ഹ് പറയുന്നിടത്തൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ഒത്താശ ചെയ്യുന്നവർക്കും അത് സംഘടിപ്പിക്കുന്നവർക്കും അതിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ഉള്ള മഹത്വങ്ങളാണ് ചുരുങ്ങിയ രൂപത്തിൽ ഞാനിവിടെ പ്രതിപാദിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മൗലിദിൻ്റെ സദസ്സ് വികലമാക്കരുത്, അത് ആഭാസമാക്കരുത്. അത് വളരെ അതപോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കിട്ടാൻ വേണ്ടി, അവരോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കുന്ന
പ്രകടിപ്പിക്കാനാണ് എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്താൽ ഇൻഷാ അള്ളാഹ് അതിനൊക്കെ മഹത്തായ പ്രതിഫലവും നമുക്ക് ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പല സദസ്സുകളും പല സ്ഥലത്തും നടക്കുന്നുണ്ട്. പല സംഘടനയുടെ കീഴിലും സ്ഥാപനത്തിൻ്റെ കീഴിലും പള്ളികളിലും മദ്രസകളിലും പലയിടത്തും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലൊക്കെ നമ്മൾ സംബന്ധിക്കുകയും അതിനുള്ള സഹകരണങ്ങളൊക്കെ ചെയ്യുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബ് ഞങ്ങളുടെ കൽബിൽ റഹ്മാനായ റബ്ബേ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അവിടുത്തെ മദഹ് പറഞ്ഞ് വാനോളം അവിടെ പുകഴ്ത്താൻ റബ്ബെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബെ അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ പങ്കെടുപ്പിക്കണേ അല്ലാഹ്. അവിടുത്തെ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ആ പരിശുദ്ധ റൗദാ ഷരീഫിലൊന്ന് നേരിട്ട് ചെന്ന് സലാം പറയാൻ റബ്ബെ എത്ര ആളുകൾ മുഅ്മിനീങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു റബ്ബെ. അവസരം കിട്ടാത്തവർക്കൊക്കെ റബ്ബെ അതൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹബ്ബേ ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചു പോകാൻ ശ്രമിച്ചിട്ടും സാധിക്കാത്തവരുണ്ട് റബ്ബേ. അവർക്കെല്ലാം സമീപ ഭാവിയിൽ തന്നെ അതിനുള്ള അവസരം നീ ഒരുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഉംറ ഉദ്ദേശിച്ച് പോകുന്നവരുള്ളവരെ യാത്രയൊക്കെ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവർ ചെയ്യാൻ ഉദ്ദേശിച്ച് പോകുന്ന അമലുകളൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബേ അവരുടെ അമലുകളൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുള്ള നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ ഹോസ്പിറ്റലിലുള്ളവരുണ്ട് റബ്ബേ അവർക്ക് നീ ആഫിയായ ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ മാരകമായ രോഗങ്ങൾ തൊട്ട് അവരെയും ഞങ്ങളും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നിന്റെ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. നിന്റെ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. റഹ്മാൻ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മരണം ഹൈറാകുന്ന സമയത്ത് കലിമയിൽ മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ പലവിധ മുറാദുകൾ മനസ്സിലാകാനുണ്ട് റബ്ബേ. നിന്റെ ഹബീബിൻ്റെ ഹക്കില ബറക്കത്ത് കൊണ്ട് അതൊക്കെ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാഹ്. ഫലസ്തീൻ ജനതയ്ക്ക് റബ്ബേ സലാമത്ത് നൽകണേ അല്ലാഹ്. അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.